السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: إنكم في زمان من ترك منكم عشر ما أمر به هلك، ثم يأتي زمان من عمل منكم بعشر ما أمر به نجا. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇന്നകും ഫീ സമാനിൻ, തീർച്ചയായും നിങ്ങൾ ഒരു കാലഘട്ടത്തിലാണ്. അഥവാ മൻ തറക മിൻകും ഉശ്റ മാ ഉമിറ ബി, നിങ്ങളിൽ ആരെങ്കിലും കൽപ്പിക്കപ്പെട്ടതിന്റെ 10 ഉപേക്ഷിച്ചാൽ ഹലക, അവൻ നശിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. പക്ഷേ സുമ്മ യഅതി സമാനുൻ, ശേഷം ഒരു കാലം വരും. അന്ന് മൻ അമില മിൻകും ബിഉശ്രി മാ ഉമിറ ബി, ആരെങ്കിലും കൽപ്പിക്കപ്പെട്ടതിന്റെ 10 ഭാഗം ചെയ്താൽ തന്നെ നജാ, രക്ഷപ്പെടും. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഒരു മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. 2 കാലത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാലം എന്ന് പറയുന്നത് ആ കാലഘട്ടം ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറയുന്ന കാലഘട്ടം. അന്ന് കൽപ്പിക്കപ്പെട്ടതിന്റെ 10 ഉപേക്ഷിച്ചാൽ നശിച്ചു പോകും. 10 കാര്യങ്ങളിൽ 1 ഉപേക്ഷിച്ചാൽ മതി. 9 ചെയ്തു, 1 ഉപേക്ഷിച്ചിട്ടുള്ളൂ, എന്നാലും നശിക്കും. പക്ഷെ പിന്നീട് ഒരു കാലം വരും, അന്ന് 10 കാര്യങ്ങളിൽ 9 ഉപേക്ഷിച്ചു, 1 ചെയ്താൽ മതി, അവൻ രക്ഷപ്പെടും. കാലത്തിന്റെ ഓരോ ഗതിവിഗതികൾ നാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ നാം ജീവിക്കുന്ന ഈ കാലം വരെ അളന്നു നോക്കിയാൽ ഈമാൻ ഓരോ ദിവസവും കുറഞ്ഞു 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 വരികയാണ്. ഇത് കൂടുന്നില്ല. ഹദീസിൽ പറഞ്ഞതുപോലെ അന്നാസു കഇബിലി മിഅത്തിൻ ലാ തകാദു തജിദു ഫിഹാ റാഹിലതൻ എന്ന് പറഞ്ഞല്ലേ. യാത്ര ചെയ്യാൻ കൊള്ളാവുന്ന ഒന്നുപോലുമില്ലാത്ത 100 ഒട്ടകങ്ങളെ പോലെയായിരിക്കും ജനങ്ങൾ. കാര്യത്തിന് കൊള്ളുന്ന ആരും ഉണ്ടാവുകയില്ല. നന്മ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം രൂപപ്പെടുന്ന ഭീകരമായ അവസ്ഥ വരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾ എണ്ണത്തിലും സമ്പത്തിലും മറ്റുമൊക്കെ വലിപ്പത്തരമുണ്ടാകുമെങ്കിലും നാഥനെ ഭയക്കേണ്ട രൂപത്തിൽ ഭയക്കുന്നവരുണ്ടാകില്ല. നന്നാക്കേണ്ട ഹൃത്തടം മലീമസമായിരിക്കും. പുറമേ മോടികളൊക്കെ ഉണ്ടാകും, മോടിക്ക് കുറച്ചിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ അകം വൃത്തിയായിട്ടുണ്ടാവില്ല. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ, കക്കൂസിനുള്ളൊരവസ്ഥ നീ വരുത്തല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഹൃദയം നന്നാക്കി മശായിഖന്മാരുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഹൃദയത്തിൽ മുഴുവനും മശായിഖിനോടുള്ള മഹബ്ബത്ത് അല്ലാഹു ഏറ്റി തരട്ടെ. ആ മഹബ്ബത്തിലായി ജീവിച്ച് ആ മഹബ്ബത്തിലായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.